എന്തുകൊണ്ടാണ് സങ്കീർത്തനം 22 മശിയ ഞാൻ മനുഷ്യനല്ല കൃമി അത്രേ എന്ന് പറയുന്നതെന്ന് നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒറ്റ നോട്ടത്തിൽ അത് കേൾക്കുമ്പോൾ അല്പം വിചിത്രമായിട്ട് തോന്നാം, ചിലപ്പോൾ ഷോക്കിങ്ങും ആവാം. പക്ഷേ എൻറ്റയർ ബൈബിളിൽ മുഴുവനും നോക്കുമ്പോൾ ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിൽ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള പ്രവചനങ്ങളിലെ ഒന്ന് ആ വേദഭാഗത്തിലെ ഒരു എബ്രായ പദത്തിൻ്റെ പിമ്പിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു അർത്ഥത്തിലുണ്ട്. അതിൽ വ്യക്തമാക്കുന്നതാണ് യേശുവിൻ്റെ ത്യാഗം, യേശുവിൻ്റെ പുനരുത്ഥാനം, ദൈവം മാനവജാതിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ രക്ഷാ പദ്ധതി. അത് മിക്കപ്പോഴും പല ക്രിസ്ത്യൻസും മിസ്സായി പോകാറുമുണ്ട്. ആൻഡ് ഒരിക്കലും നമ്മൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്രയും നാളും സങ്കീർത്തനം 22 വായിച്ചതുപോലെ ആവില്ല ഇന്നു മുതൽ നിങ്ങൾ വായിക്കുന്നത്. അതെന്താണ് ആ അത്ഭുതകരമായിട്ടുള്ളൊരു പ്രവചനം എന്നുള്ളത് നമുക്ക് ഒരുമിച്ച് നോക്കാം. യേശു കർത്താവിൻ്റെ ആ ക്രൂശീകരണ സമയത്ത് ഒരു നിലവിളി കാൽവറിയിൽ നിന്ന് അത്യുച്ചത്തിൽ കേട്ടു. യേശു ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്ന ആ സമയത്ത് ആ യേശുവിൻ്റെ നിലവിളിയായിരുന്നു സങ്കീർത്തനം 22:1 പ്രവചിച്ചു പറഞ്ഞത്, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്തെന്ന്. അത് സകലരാലും ഉപേക്ഷിക്കപ്പെട്ട് തൻ്റെ പിതാവും കൂടെ തന്നെ കൈവിട്ടോ എന്നൊരു ഫീലിങ്ങിൽ നിന്നാണ് യേശു അങ്ങനെ നിലവിളിക്കുന്നത്. കാരണം ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി യേശുവിൻ്റെ മുകളിലോട്ട് ആ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും പാപം ഇറക്കി വയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് പരിശുദ്ധനായ പിതാവായ ദൈവത്തിന് യേശുവിനെ നോക്കുവാൻ സാധിക്കില്ല. കാരണം നമ്മുടെ എല്ലാവരുടെയും പാപം യേശുവിൻ്റെ മുകളിൽ ഇരിക്കുക. അതുകൊണ്ട് പിതാവായ ദൈവം യേശുവിൻ്റെ അടുക്കൽ നിന്ന് തൻ്റെ ആ മുഖം അങ്ങ് തിരിച്ചു മാറ്റി കളയുക. അത് മനസ്സിലാക്കിയാണ് യേശു ആ സമയത്ത് എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് വിളിക്കുന്നത്. യേശുവിൻ്റെ ജനനത്തിന് ഏകദേശം 1000 വർഷം മുമ്പ് ദാവീദ് രാജാവാണ് ഈ സങ്കീർത്തനം എഴുതുന്നത്. ഈ യേശു കർത്താവിൻ്റെ മരണ അടക്ക ആ ഒരു ക്രൂശീകരണത്തിൻ്റെ കഷ്ട അനുഭവത്തെ ഇത്രയും നല്ല മനോഹരമായിട്ടുള്ള രീതിയിൽ മറ്റൊരു സങ്കീർത്തനവും വിവരിക്കുന്നില്ല. അതായത് സങ്കീർത്തനം 22 ആണ് ആ സങ്കീർത്തനം. അപ്പോൾ ഈ സങ്കീർത്തനം മുഴുവനും യേശുവിൻ്റെ ആ കാൽവറി ക്രൂശിലെ ആ മരണത്തിൻ്റെ അതിലേക്കുള്ള യാത്രയെ വിവരിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. ആ കാൽവറിയിൽ യേശുവിനെ ക്രൂശിക്കുന്നു. തൻ്റെ ചുറ്റിനും ജെൻറ്റൈൽ ഡോഗ്സ്, അതായത് നായ്ക്കളെ പോലത്തെ രീതിയിൽ ജാതികൾ അവിടെ നോക്കി നിൽക്കുന്നു. യേശുവിൻ്റെ കൈകാലുകൾ തുളയ്ക്കപ്പെടുന്നു. യേശുവിനെ അവർ തുറിച്ചു നോക്കുന്നു. യേശുവിനെ അവർ കളിയാക്കുന്നു. യേശുവിൻ്റെ ആ വസ്ത്രത്തിന് വേണ്ടി അവർ ചീട്ടിടുന്നു. അപ്പോൾ യേശു ആ ക്രൂശിൽ കിടക്കുന്നത് നിങ്ങൾക്കൊന്ന് പിക്ചർ ചെയ്ത് നോക്കാം. അവശനായി, വെള്ളവും ഭക്ഷണവും ഒന്നുമില്ലാതെ ശാരീരികമായിട്ടുള്ള അവശതയിൽ കിടക്കുന്ന ആ യേശുവിനെ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. ആ സമയത്ത് യേശുവിൻ്റെ ആ നിലവിളി, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്, അത് നമുക്ക് മറക്കാൻ പറ്റുമോ? പക്ഷേ അതിലും അതിശയപ്പെടുത്തുന്ന ഒരു പ്രവചനം ആ സങ്കീർത്തനത്തിൽ കിടപ്പുണ്ട്. അത് മിക്കപ്പോഴും നമുക്ക് മിസ്സായി പോകാം. സങ്കീർത്തനം 22:6 മശിഹ പറയാണ്, ഞാൻ മനുഷ്യനല്ല കൃമി അത്രയെന്ന്. എബ്രായ ഭാഷയിലാണല്ലോ ഈ പഴയ നിയമം എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സാധാരണയായി ഈ സാധാരണ പുഴുവിന് ഉപയോഗിക്കുന്ന എബ്രായ പദമാണ് റിമ്മ. പക്ഷേ ദാവീദ് ഇവിടെ നമ്മൾ ഈ വായിച്ച ഈ 22:6 വാക്യത്തിൽ ദാവീദ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം തോലാത്ത് എന്ന് പറയുന്ന ആ പദം തന്നെയാണ് തിരുവെഴുത്തിൽ മറ്റ് എല്ലാ സ്ഥലങ്ങളിലും ക്രിംസൺ വേം, അരക്ക് കൃമി, അരക്ക് പുഴു എന്ന് പറയുന്ന ആ ജീവിയുമായിട്ടുള്ള കണക്ഷനിൽ കൊടുത്തിരിക്കുന്ന പദം. ആ ഒരു ജീവിയിൽ നിന്നാണ് ആ സ്കാർലറ്റ് ഡൈ, ആ ചുവന്ന ചായം, ചുവന്ന കറയൊക്കെയും അവർ എടുത്തിരുന്നത്. പണ്ടത്തെ കാലത്തെ ആ ബൈബിൾ സമയങ്ങളിൽ ക്രിംസൺ വേം, അതിൻ്റെ എബ്രായ പദമാണ് ടോലാത്ത് ഷാനി. അതിൻ്റെ ബയോളജിക്കൽ പേരാണ് കേംസ് ബിബ്ലിക്കസ്. ആ ഒരു പുഴുവിനെയായിരുന്നു അവർ ഉപയോഗിച്ച് വളരെ കടും ചുവന്ന കളറിലുള്ള ഒരു ഡൈ, ഒരു കറ, ഒരു ചായം അതിൽ നിന്ന് എടുക്കുവാൻ അവർ ഉപയോഗിച്ചിരുന്നു. അത് ആ മിഡിൽ ഈസ്റ്റിലുടനീളം അതിൻ്റെ ഒരു കൃഷി തന്നെ അന്ന് വളരെ അധികം റാമ്പൻ്റായിട്ടൊരു രീതി നടന്നിരുന്നൊരു സമയമാണ്. അപ്പം ആ ഒരു ജീവിയുടെ ദേഹത്തിൽ നിന്ന് വരുന്ന ആ ഒരു കറ, ആ ചുവന്ന ചായം ഉപയോഗിച്ചാണ് നൂലുകളെയൊക്കെ ചുമപ്പിച്ചത്. അപ്പോൾ ആ ചുവപ്പ് നൂലായിരുന്നു അവർ തുണികൾക്കും, പിന്നെ അതുപോലെ കർട്ടൻസ്, പിന്നെ ആലയത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിവിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും തമ്മിലുള്ള ആ ഒരു തിരശ്ശീല, അതിനെ കളർ ചെയ്യുവാനൊക്കെയും ആ ചുവപ്പ് നൂല് ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ സമാഗമന കൂടാരത്തിലെ കർട്ടനുകൾ, സമാഗമന കൂടാരത്തിലെ തിരശ്ശീല, സമാഗമന കൂടാരത്തിൻ്റെ വാതിലുകൾ, പിന്നെ പ്രാകാരത്തിൻ്റെ ഗേറ്റ്, ഇവിടെയെല്ലാം ഉപയോഗിച്ചിരുന്ന ആ കളറിന് അവർ ഈ ചുവപ്പ് നൂൽ, അതായത് ഈ ഒരു സ്കാർലറ്റ് ഡൈ, ഈ ചുവപ്പ് കറ ഉപയോഗിച്ചാണ് അവരതെല്ലാം കളർ ചെയ്തത്. പിന്നെ പുരോഹിതന്മാരുടെ വസ്ത്രങ്ങൾ നമ്മളെടുത്താൽ മഹാപുരോഹിതൻ്റെ വസ്ത്രം, മഹാപുരോഹിതൻ്റെ ഏഫോദ്, പിന്നെ ആ ഏഫോദിൻ്റെ നടുക്കെട്ട്, പിന്നെ ആ ബ്രസ്റ്റ് പ്ലേറ്റ്, ആ ന്യായവിധി പതക്കം, പിന്നെ ആ
ഡെക്കറേഷനായിട്ടുള്ള രീതിയിൽ മഹാപുരോഹിതൻ്റെ വസ്ത്രത്തിലുണ്ടായിരുന്ന ആ പോമഗ്രനേറ്റ്, ആ മാതളത്തിൻ്റെയൊക്കെ ഷേപ്പിൽ ഉണ്ടാക്കിയിരുന്ന ആ ചിത്ര തയ്യൽ പണി, ഇതിനെല്ലാം അവർ ആ ചുവപ്പ് നൂൽ ഉപയോഗിച്ചിരുന്നു. പിന്നീട് ശുദ്ധീകരണ ക്രിയകളിലും ഇതിൻ്റെ ഉപയോഗമുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഈ കുഷ്ഠരോഗം ബാധിച്ചവരെ ശുദ്ധീകരിക്കുവാനായിട്ടുള്ള രീതിയിൽ ഈ ക്രിംസൺ യാൺ, ഈ ചുവപ്പ് നൂൽ ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ ചുവന്ന പശുവിൻ്റെ യാഗം അർപ്പിച്ച ശേഷം അതിൻ്റെ ചാരത്തെ ഒരുക്കുന്ന ആ ഒരു ക്രിയയിലും അവർ ഈ ചുവപ്പ് നൂൽ ഉപയോഗിച്ചിരുന്നു. ഈ ക്രിംസൺ വോം, ഈ അരക്ക് കൃമി അല്ലെ അരക്ക് പുഴു, വളരെയധികം ഇൻക്രെഡിബിളായിട്ടുള്ള ഒരു പിക്ചറാണ് നൽകുന്നത്, ത്യാഗത്തെയും അതിൻ്റെ പിൻപിലുള്ള ഉദ്ദേശത്തെയും. ഈ ഒരു ജീവി വളരെ യുണീക്ക് ലൈഫ് സൈക്കിൾ ആണെങ്കിൽ കൂടി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ദൃഷ്ടാന്തമാണ് തരുന്നത് യേശുവിനെക്കുറിച്ചും യേശുവിന് നമ്മോടുള്ള ത്യാഗ മനോഭാവത്തിലുള്ള സ്നേഹത്തെക്കുറിച്ചും. ഈ ഒരു അമ്മയായിട്ടുള്ള ഒരു അരക്ക് കൃമി, അതിന് മുട്ടയിടാൻ സമയമാവുമ്പോഴേക്കും അത് ഒരു പ്രത്യേകതരം ഓക്ക് മരം, കരിവേല മരം കയറാൻ തുടങ്ങും. ആ ഒരു ബുദ്ധിമുട്ടുള്ള ആ ഒരു കയറ്റം അവൾ കയറി, അവൾക്കറിയാം അവൾ ഇനിയും ജീവനോടെ തന്നെ തിരിച്ച് താഴേക്ക് മടങ്ങി വരില്ല എന്ന്. ഒരിക്കൽ അവൾ സൗകര്യത്തിനായിട്ടുള്ള ഒരു സ്ഥലത്ത് ആ മരത്തേൽ എത്തിക്കഴിയുമ്പോൾ അവൾ അവിടെ ആ തടിയോടങ്ങ് ഒട്ടി അങ്ങ് പിടിക്കും. എന്നിട്ട് അവിടെ ആ ഷെല്ല്, ആ പുറം തോട് വളരെ കട്ടിയായിട്ടുള്ള രീതിയിൽ, വളരെ കടും ചുവപ്പ് കളറിലുള്ള ഹാർഡായിട്ടുള്ള ഒരു ഷെല്ലായിട്ടുള്ള രീതിയിൽ അങ്ങ് മാറും. ഈ ഒരു കവറിങ്ങിൻ്റെ കീഴിലാണ് താൻ മുട്ടയിടുന്നത്. 3 ദിവസത്തേക്ക് താൻ തൻ്റെ ആ കുഞ്ഞുങ്ങൾക്ക്, തൻ്റെ അടിയിലുള്ള കുഞ്ഞുങ്ങൾക്ക് അവൾ സംരക്ഷണം കൊടുക്കും. ആ ഒരു 3 ദിവസം അവൾ ആ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണവും കൊടുക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവളെ തന്നെ ആയിരിക്കും ആ കുഞ്ഞുങ്ങൾ ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവൾ മരിക്കുകയും കൂടാ. ആൻഡ് അവൾ മരിച്ചു കഴിയുമ്പോൾ അവളുടെ ശരീരത്തിൽ നിന്ന് ഒരു കടും ചുവപ്പ് ചായം, ഒരു കറ പുറത്തേക്ക് ഒഴുകും. അത് ആ മരത്തേലും പറ്റും, അവളുടെ അടിയിലുള്ള കുഞ്ഞുങ്ങളുടെ ശരീരത്തിലും പറ്റും. ഇനിയിപ്പം അവളുടെ അടിയിലുണ്ടായിരുന്ന ആ കുഞ്ഞുങ്ങളുടെ ശരീരത്തിലും ആ കടും ചുവപ്പ് ചായം പറ്റിക്കഴിഞ്ഞു. അവർ ജീവിതം മുഴുവനും ആ കടും ചുവപ്പുള്ളവരായിരിക്കും. ഇനി 3 ദിവസത്തിന് ശേഷം അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം ഈ മരിച്ചിരിക്കുന്ന ആ ക്രിംസൺ വോം, ആ അരക്ക് പുഴുവിൻ്റെ ദേഹത്ത് സംഭവിക്കും. ആ മരത്തേൽ ആ ഭാഗത്ത് ആ ഒരു കടും ചുവപ്പ് കറ ഉണ്ടെങ്കിലും ആ മദർ വോം, ആ അമ്മയായിരുന്ന ആ ഒരു അരക്ക് പുഴു പിന്നീട് ആ ഒരു സമയത്ത്, അതായത് 3 ദിവസം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ക്രിംസൺ കളർ ആയിരിക്കില്ല, കടും ചുവപ്പ് കളർ ആയിരിക്കില്ല. അവളെ നോക്കുമ്പോൾ ഇപ്പോൾ സ്നോയി വൈറ്റായിട്ട്, അതായത് തൂവെള്ള മഞ്ഞ് പോലത്തെ രീതിയിൽ വെളുത്ത വാക്സ് പോലത്തെ രീതിയിലുള്ളൊരു സാധനമായിട്ടുള്ള രീതി മാറും. അതിങ്ങനെ ഫ്ലേക്കായിട്ടുള്ള രീതിയിൽ അവിടുന്ന് ഇങ്ങനെ താഴേക്ക് വീണുകൊണ്ടിരിക്കും. എന്തൊരു മനോഹരമല്ലേ! നിങ്ങൾക്ക് എങ്ങനെയാണ് ആ പുഴു യേശുവിലേക്ക് വിരൽ ചൂണ്ടുന്നതെന്നുള്ളത് മനസ്സിലായോ? സങ്കീർത്തനം 22:6 പറയുന്നത്, ഞാൻ മനുഷ്യനല്ല കൃമി അത്രയെന്ന്. യേശു ഒരു പുഴുവോ? ഒരു ലോലി ഡിസ്ഗസ്റ്റിംഗ് ഇൻസെക്റ്റ്, അതായത് സകലരാലും ത്യജിക്കപ്പെട്ട അവജ്ഞയോടെ കാണുന്ന ഒരു പുഴു അല്ലെങ്കിൽ ഒരു കൃമിയെന്നാണോ പറയുന്നത്? ഈ ചെളിയിലൊക്കെ കാണുന്ന, അല്ലെങ്കിൽ ഭൂമിയുടെ അടിയിൽ അന്ധകാരത്തിലൊക്കെ ഇരിക്കുന്ന ഒരു കൃമിയെ പോലാണോ നമ്മളവിടെ കാണുന്നത്? യെസ്, നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ദാവീദിനെ ഇൻസ്പയർ ചെയ്ത് ആ പ്രത്യേക എബ്രായ പദം അവിടെ ഉപയോഗിക്കുവാൻ ഇടയായെന്ന്. കാരണം അതേ എബ്രായ പദമാണ് തിരുവഴുത്തിൽ മറ്റെല്ലാ സ്ഥലങ്ങളിലും ഈ ക്രിംസൺ വേം, ഈ അരക്ക് കൃമി, അരക്ക് പുഴുവിന് ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് നമ്മൾ ഇനിയും കാണാൻ പോകുന്നതാണ് യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ബ്യൂട്ടിഫുൾ പിക്ചർ, ആ വിവരണം. എങ്ങനെയാണോ ആ അമ്മ അരക്ക് പുഴു ആ കരിവേല മരം സ്വന്തം ഹിതപ്രകാരം, സ്വന്തം ഇഷ്ടപ്രകാരം കയറി തൻ്റെ ജീവനെ തൻ്റെ മക്കൾക്ക് വേണ്ടി കൊടുക്കുവാനായിട്ടുള്ള രീതിയിൽ പോകുന്നത്, അതുപോലെ തന്നെയാണ് യേശു കർത്താവ് നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി സ്വന്തം ഇഷ്ടപ്രകാരം, ദൈവ ഇഷ്ടപ്രകാരം തന്നെ ആ ക്രൂശയിൽ കയറിയത്. എങ്ങനെയാണോ ആ അമ്മപ്പുഴു തൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിയ ആ കടും ചുവപ്പ് കളർ, ആ ചായം, ആ കറ ഒഴുക്കിയത്, അതവൾ ചെയ്തത് അവിടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. അതുപോലെ തന്നെയാണ് യേശു കർത്താവ് നമ്മെ വീണ്ടെടുക്കുവാൻ പിതാവ് ആരെയെല്ലാമാണോ യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നത് അവർക്ക് വേണ്ടി യേശു തൻ്റെ സ്വന്തം രക്തം ഊറ്റി തന്നിരിക്കുക. എങ്ങനെയാണോ ആ കുഞ്ഞുങ്ങളായിട്ടുള്ള ആ അരക്ക് കൃമി, അവരുടെ മേലെല്ലാം ആ അമ്മയുടെ ശരീരത്തിൽ നിന്ന് ഒഴുകി വന്ന ആ കടും ചുവപ്പ് കറ, ആ ചായം പുരണ്ടത്, അതുപോലെ തന്നെയാണ് യേശുവിൻ്റെ രക്തം കൊണ്ട് നമ്മുടെ പാപങ്ങളെ കഴുകിക്കളഞ്ഞതും നമ്മളെ മുഴുവനുമായിട്ടും കഴുകിയിരിക്കുന്നതും. ആൻഡ് ഈ ഒരു ദൃഷ്ടാന്തം പ്രകാരം എങ്ങനെയാണോ ആ അമ്മ അരക്ക് പുഴു 3 ദിവസത്തിന് ശേഷം സ്നോ വൈറ്റായി,
തൂവെള്ള പോലെ ആകുന്നത്, അതുപോലെ തന്നെ ക്രിസ്തു മരിച്ചിട്ട് 3-ാം ദിവസം മരണത്തെയും പാതാളത്തെയും ജയിച്ചുകൊണ്ട് അവൻ അവരെ എല്ലാം തോൽപ്പിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കുകയാണ് ചെയ്തത്. എന്തിനാണ്? നിത്യതയിൽ നാം യേശുവിൻ്റെ നീതിയാൽ ധരിക്കപ്പെടണം. നാമും ഹിമം പോലെ വെടിപ്പാക്കപ്പെടേണ്ടതിന് വേണ്ടിയാണ് യേശു അപ്രകാരം ചെയ്തത്. എത്ര മനോഹരമായിട്ടാണ് തിരുവെഴുത്തിൽ പ്രവചനമുണ്ടായതും അതിലും എത്ര മനോഹരമായിട്ടാണ് ആ പ്രവചനം നിവൃത്തിയായതും. ആൻഡ് ഈ ക്രിംസൺ ഡൈ, ഈ ചുവപ്പ് കറ, ആ ചായത്തെപ്പറ്റി പറയുമ്പോൾ യെരുശലേമിൽ യഹൂദന്മാർ ഓൾറെഡി 3-ാമത്തെ ആലയം പണിയുവാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ആ പുരോഹിതന്മാരുടെ വസ്ത്രങ്ങളും ആ ടാബർനക്കിളിലെ ഫർണിഷിങ്സ്, അതായത് ആലയത്തിലുള്ള ഫർണിഷിങ്സും എല്ലാം തന്നെ അവർ ഒരുക്കി വെച്ച് കഴിഞ്ഞു. അതിലെവിടെയെല്ലാമാണോ ഈ ഒരു ഡൈ, ഈ ഒരു കറ ഉപയോഗിച്ച് കളർ ചെയ്യേണ്ടത്, അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും അവർ പൂർത്തീകരിച്ചു കഴിഞ്ഞു. പക്ഷേ യേശുവിൻ്റെ സത്യസഭ ആ 3-ാമത്തെ ആലയം കാണുവാൻ ഇവിടെ ഉണ്ടാവില്ല. കാരണം ആ ഒരു ആലയം പണിയുന്നതിന് മുമ്പ് തന്നെ യേശുവിൻ്റെ സത്യസഭയെ മധ്യാകാശത്തിൽ യേശു അങ്ങ് ചേർക്കും തൻ്റെ സന്നിധിയിലേക്ക്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന മറ്റ് സന്ദേശങ്ങളുടെ ലിങ്കുകൾ ഏതായാലും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ചോദ്യം, യേശു കർത്താവ് ഇപ്പോൾ മധ്യാകാശത്തിൽ വന്നാൽ പോകുവാൻ താങ്കൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഇനി ഒട്ടും സമയം മാറ്റിവെക്കാതെ ഇപ്പോൾ തന്നെ യേശുവിനായിട്ട് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിക്കുക. യേശുവിനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക. യെശയ്യാവ് 1:18 പറയുന്നത്, നിങ്ങളുടെ പാപങ്ങൾ കടിഞ്ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. ആമേൻ. ഈ ഒരു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ചേർന്ന് കാണുന്ന ബെൽ ബട്ടണും പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻസും കൂടെ നിങ്ങൾ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ഈ സന്ദേശങ്ങളുടെ ലിങ്കുകൾ നിങ്ങൾക്ക് ബാക്കപ്പായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടെലഗ്രാമിലൂടെ നിങ്ങൾക്ക് ഡെലിവേർഡ് ആകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ ജോയിൻ ചെയ്ത് വെച്ചേക്കുക. ടെലഗ്രാം ചാനലിലെ ലിങ്ക് കൂടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.